ഞാൻ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. നമസ്കാരം. കൺജങ്ക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. സാധാരണയായി വേനൽക്കാലങ്ങളിൽ കൂടുതലായി ചെങ്കണ്ണ് കണ്ടുവന്നിരുന്നെങ്കിലും ഇന്ന് അങ്ങനെ പറയാൻ സാധിക്കില്ല. ഏത് കാലാവസ്ഥയിലും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് ചെങ്കണ്ണ്. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വീട്ടിൽ എങ്ങനെ പരിപാലിക്കാം എന്നിവയാണ് നോക്കാൻ പോകുന്നത്. പ്രധാനമായും 4 തരത്തിലുള്ള ചെങ്കണ്ണാണുള്ളത്. ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ്, വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ്, കെമിക്കൽ കൺജങ്ക്റ്റിവൈറ്റിസ്, അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കണ്ണിലെ ചുവപ്പ്, ചൊറിച്ചിൽ, നീരൊലിപ്പ്, പഴുപ്പ്, പനി എന്നിവയാണ്. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? കണ്ണിൽ എന്തെങ്കിലും കിടക്കുന്നത് പോലുള്ള ഫീലിംഗ്, കണ്ണിന് ചുറ്റുമുള്ള ചൊറിച്ചിൽ ആദ്യ ലക്ഷണങ്ങളായി വരാം. ബാക്ടീരിയൽ കൺജങ്ക്റ്റിവിറ്റീസ് ആണെങ്കിൽ കണ്ണുകൾ പെട്ടെന്ന് ചുവക്കുകയും പഴുപ്പുകൾ ധാരാളമായി കാണുകയും ചെയ്യുന്നു. ട്രീറ്റ്മെന്റിനോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതും ബാക്ടീരിയൽ കൺജങ്ക്റ്റിവിറ്റീസ് ആണ്. എന്നാൽ വൈറൽ കൺജങ്ക്റ്റിവിറ്റീസ് ആണെങ്കിൽ കണ്ണിന് ചുറ്റും ചൊറിച്ചിൽ, നീരൊലിപ്പ് എന്നിവ ആദ്യം കാണുകയും 3 to 5 days ആകുമ്പോൾ കണ്ണുകൾ പൂർണ്ണമായും ചുവക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായും ഭേദമാകാൻ ആഴ്ചകളോളം വേണ്ടി വരികയും ചെയ്യും. ഏതെങ്കിലും അലർജിക് ഏജൻസ്, ഉദാഹരണത്തിന് പൂമ്പൊടി പോലുള്ള അലർജൻസ് കാരണം ഉണ്ടാകുന്നതാണ് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്. എന്തെങ്കിലും രാസവസ്തുക്കൾ, എയർ പൊല്യൂഷൻ, പുക തുടങ്ങിയവ കാരണം ഉണ്ടാകുന്നതാണ് കെമിക്കൽ കൺജങ്ക്റ്റിവൈറ്റിസ്. ഇനി കൺജങ്ക്റ്റിവൈറ്റിസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. കണ്ണുകൾ വൃത്തിയായി കഴുകി സൂക്ഷിക്കുക, ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ മാത്രം ഉപയോഗിക്കുക, സ്ക്രീൻ ടൈം പരമാവധി ഒഴിവാക്കുക. ഉദാഹരണത്തിന് TV, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയവ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കൂടാതെ റെസ്റ്റ് എടുക്കാനും ശ്രദ്ധിക്കണം. ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഡാർക്ക് കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത് തടയുകയും പ്രകാശം കാരണം ഉണ്ടാകുന്ന ഫോട്ടോഫോബിയ എന്ന അവസ്ഥ ഒഴിവാക്കുകയും ചെയ്യുന്നു. ചെങ്കണ്ണുള്ള ഒരു വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഇത് പകരും എന്നൊരു അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ പകരില്ല എന്നുള്ളതാണ് സത്യം. കുറച്ച് അകലം പാലിച്ചാൽ മതിയാകും. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു നേത്രരോഗ വിദഗ്ധനെ സമീപിച്ച് ഏത് ടൈപ്പാണെന്ന് തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നല്ലത്. കൂടുതൽ വിവരങ്ങൾക്ക് കെയർ ആൻഡ് ക്യൂറിനെ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി.